അക്ഷരാർത്ഥത്തിൽ 100% ശരിയായ കണക്കാണ് ഇവരൊക്കെ പറയുന്നത്. എന്നിട്ട് മന്ത്രി കള്ളം പറയും. എന്താ കള്ളം പറയുന്നത്? കേരളത്തിൽ പ്രോട്ടോകോൾ പാലിച്ച് എല്ലാ ഓപ്പറേഷൻ നടക്കാറുള്ളൂ. പ്രോട്ടോകോൾ പാലിക്കാതെ എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്താൻ കഴിയുക എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. സാറേ, ആളില്ലാതെ എങ്ങനെ പ്രോട്ടോകോൾ പാലിക്കുക? അതിനാണ് സിസ്റ്റം പരാജയം എന്ന് പറയുന്നത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും സ്വകാര്യ കുത്തകളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ ഈ പറയുന്ന എന്താണ് ചെകുത്താൻ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ദംഷ്ടകൾ നീട്ടിയ ഒരു കിരാത രൂപം എന്ന് പറയുന്ന കുത്തകളെ പറഞ്ഞു പറഞ്ഞ് എത്ര നാൾ പിടിച്ചു നിൽക്കും? ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണത്തിന് ക്ഷാമമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാര്യം കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥയിൽ പല ഹോസ്പിറ്റലുകളിലും അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ പലയിടത്തും കുറവാണ്. നമ്മൾ നേരിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. രോഗികൾക്ക് നല്ലതുപോലെ കിടക്കുന്നതിന് സൗകര്യമില്ല. അവർക്ക് പ്രോപ്പറായിട്ട് പല ഗവൺമെൻറ് ആശുപത്രികളിൽ ആഹാരം കൊടുക്കണമെന്നാണ്, അത് നടക്കുന്നില്ല. അതുപോലെ തന്നെ പരിപൂർണമായിട്ട് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഡോക്ടർമാരില്ല, അതിന് ആനുപാതികമായിട്ടുള്ള സിസ്റ്റർമാരില്ല, പലർക്കും ഡ്യൂട്ടി കൂടുതലാണ്. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഈ പറയുന്ന വേക്കൻസികളൊക്കെ നികത്തണമെന്നുണ്ടെങ്കിൽ ഉന്നതമായ സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിനുണ്ടാകും. ആ സാമ്പത്തിക ബാധ്യതയാണ് ഇതിൻ്റെ പ്രധാന കാരണം. കാര്യം ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗവൺമെൻറ് നടത്തുന്ന ഒരു സേവനമാണ്. ഇതിൽ നിന്ന് ഗവൺമെൻറ് തിരിച്ച് വരുമാനമൊന്നും ഉള്ളതല്ല. അപ്പോൾ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സേവനമാണ്. നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ച് കോടാനുകോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് കാശ്മീർ. ഇവിടെ ഞാനൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ പറഞ്ഞു. എൻ്റെ 2 മക്കളും ഡോക്ടർമാരാണ്. എൻ്റെ വൈഫിൻ്റെ ചേച്ചി കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളുമാണ്. പക്ഷേ എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് സമൂഹത്തോട് ഒരു ബാധ്യത അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടർമാരാണ്. നേരിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടാണ്. ഇവിടെ നേരത്തെ ഷിൻഡോ പറഞ്ഞതുപോലെ പലപ്പോഴും അവർ പല രീതിയിലും വിമുഖത കാണിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം പേര് കൈക്കൂലി കിട്ടിയില്ലെങ്കിൽ രോഗിയെ തിരിഞ്ഞു നോക്കില്ല. ഇവിടെ തന്നെ ഇപ്പോഴവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താ? നെടുമങ്ങാടിൽ ഒരു കുഞ്ഞ് മരിച്ചു, കൃത്യമായ റിപ്പോർട്ടുണ്ട്. ആ ഡോക്ടറുടെ കയ്യിൽ, ബിന്ദു സുന്ദറിൻ്റെ കയ്യിൽ ഇതിനു മുമ്പും പലപ്പോഴും വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്താ ഒരു പ്രതിബദ്ധത ഈ സമൂഹത്തോടുണ്ടെങ്കിൽ യഥാർത്ഥ കാരണക്കാരെ ഡോക്ടർമാർ തന്നെ കണ്ടുപിടിച്ച് നിയമത്തിൽ ബലദേവ് സച്ചിദാനന്ദൻ, ഈ ഡോക്ടർമാർ എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി പറയുന്ന ഈ തകർന്ന സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യന്മാരാണല്ലോ. അവർ ഈ പറയുന്ന കുറ്റാരോപിതയായ അല്ലെങ്കിൽ കുറ്റക്കാരിയായ ഡോക്ടർക്ക് വേണ്ടി തെരുവിൽ കേരളത്തെ ബന്ദിയാക്കി സമരത്തിനിറങ്ങിയാൽ മര്യാദയ്ക്ക് പണിക്ക് കയറണം എന്ന് പറയാൻ ഇച്ഛാശക്തിയുള്ള, ഈ പറയുന്ന പറയാൻ കഴിവുള്ള ഒരു മന്ത്രി തലപ്പത്തുണ്ടെങ്കിൽ അവരത് പറയില്ല. ബലദേവ് സച്ചിദാനന്ദൻ, അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. ആരോഗ്യവകുപ്പിനകത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്ത് ചില വീഴ്ചകളുണ്ട്. അതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇത്രയും കുത്തഴിഞ്ഞ് കിടക്കുന്നതിന് തർക്കമൊന്നുമില്ല. കേരളത്തിലെ മൊത്തത്തിലുള്ള ആരോഗ്യവകുപ്പിൽ ഇങ്ങനെയുള്ള പോരായ്മകളുണ്ട്. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് സമൂഹത്തോടെ ബാധ്യത കാണിക്കേണ്ട ഒരാൾ MBBS പാസ്സാകുമ്പോൾ ഗവൺമെൻറ് എത്ര ലക്ഷം രൂപ ചിലവാകുന്നത്, MD പാസ്സാകുമ്പോൾ എത്രയോ കോടി രൂപ ചിലവാകുന്നത്, ഉന്നതമായ ശമ്പളവും മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു MBBSകാരന് 1 ലക്ഷത്തോടടുത്ത രൂപ ശമ്പളം കൊടുത്താണ് ഒരു MBBSകാരനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ശമ്പളം കൂടിപ്പോൾ, തുടക്കത്തിലുള്ള ശമ്പളം ഞാൻ പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും ചിലപ്പോൾ ഓവർ ടൈമൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അതിനകത്തോടെ ഞാനും കുറച്ചാൾ ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്ത് രാജിവെച്ച ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയുടെ, അത് സമൂഹത്തോടുള്ളൊരു ബാധ്യതയാണ്. ഒരു ഉദ്യോഗസ്ഥൻ സമൂഹത്തോട് കാണിക്കേണ്ട ഒരു ബാധ്യതയുടെ ഭാഗം മാത്രമാണ്. അപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ എന്താണ് അവർ പറഞ്ഞ, ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഞങ്ങൾ OP ബഹിഷ്കരിക്കും. എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രതിനിധി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർക്ക് പറയാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ സമൂഹമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് മറ്റു ഒരു വകുപ്പ് പോലെയല്ല. നമ്മുടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം നിലനിർത്തേണ്ടതാണ് ഡോക്ടർമാർ. ഒരു സംസ്കൃത ശ്ലോകമുണ്ട്, അത് ഞാനിവിടെ ചെല്ലുന്നില്ല. കാരണം ബാക്കിയെല്ലാം നമുക്ക് നശിപ്പിച്ചാൽ അവസാനം നമ്മുടെ ആരോഗ്യം എടുക്കുന്നതായിരിക്കും ഡോക്ടർ എന്നൊരു സംസ്കൃത ശ്ലോകം പറയുന്നുണ്ട്, അത് ഞാനിവിടെ ചെല്ലുന്നില്ല. അപ്പോൾ അത് ആരോഗ്യമല്ല, നമ്മുടെ ജീവിതം, സമ്പത്തും ജീവനും എല്ലാം കൂടി ഒരുമിച്ചെടുക്കുന്നത് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പാണ്, അല്ലെങ്കിൽ ഡോക്ടർമാരാണെന്നൊരു സംസ്കൃതത്തിൽ മഹത്തായ ഒരു ശ്ലോകമുണ്ട്. ബാക്കി ചിലർ സമ്പത്തെടുക്കും, ചിലർ ആരോഗ്യമെടുക്കും, ഇതെല്ലാം കൂടി ഒരുമിച്ചെടുക്കുന്നത് ഒരു വകുപ്പാണ്. അപ്പം ആ പ്രതിബദ്ധത ഇല്ലാത്തത് കൊണ്ടാണ് സമൂഹത്തോടെ എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് സംസ്ഥാന ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ്. ആ ഒരു ബോധ്യവും ബാധ്യത ഇല്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാല ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നൊരു പരിപാടിയല്ലേ അത്. അവിടെ വരുമ്പോൾ ഞങ്ങൾ OP ബഹിഷ്കരിക്കും. ശരിയാണ്, നേരത്തെ ഷിൻഡോ പറഞ്ഞില്ല, ആരാണ് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നത്? ഇവിടുത്തെ പണക്കാരനാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നത്. പണക്കാരൻ ഇവിടെ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇട്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്, അവിടെ ചികിത്സിക്കാൻ പോകുന്നു. ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരുന്നത് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളാണ്. പലരും നമുക്കറിയാം മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഡോക്ടറെ കാണുന്നത്. അത് ഡോക്ടറുടെ കുറ്റമല്ല, ഡോക്ടർമാരുടെ എണ്ണത്തിലെ കുറവാണ്. പക്ഷേ ആ കുറവുകൾ മറ്റുള്ളവർ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഡോക്ടറുടെ ബാധ്യത കാണുന്നത്. പക്ഷേ നഴ്സുമാരെ ഞാൻ കുറ്റം പറയുന്നില്ല.
അവർ പലരും 8 മണിക്കൂർ എന്നുള്ളത് 10ഉം 12ഉം മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നത് നമുക്കറിയാം. എന്നാൽ ചില ഡോക്ടർമാരുണ്ട് ആ ബാധ്യത ഉൾക്കൊണ്ടുകൊണ്ട് വളരെ രാവിലെ മുതൽ തന്നെ വൈകിട്ട് വരെ ജോലി ചെയ്യുന്ന കുറച്ച് ഡോക്ടർമാരുണ്ട്. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സമൂഹത്തിനും കൂടെ പേരുദോഷമായി നിൽക്കുന്നത് ബിന്ദു സുന്ദറിനെ പോലുള്ള കുറേ ഡോക്ടർമാരാണ്. അവരെ ഒറ്റപ്പെടുത്താൻ ഡോക്ടർ സമൂഹം തന്നെ തയ്യാറാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.